നമസ്കാരം. കോട്ടയം സ്വദേശിനിയായ ഷൈനിയുടെ വാർത്ത നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചത് ഇനി ഇതേപോലെ ഒരു വാർത്ത കേൾക്കാൻ ഇടയാകരുത് എന്നാണ്. ഷൈനിയുടെ അവസ്ഥ മറ്റൊരു സ്ത്രീകൾക്കും ഉണ്ടാകരുത് എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു. ഷൈനിയുടെ സംഭവം വലിയ കോളിളക്കങ്ങളൊക്കെ സൃഷ്ടിച്ചു, വലിയ വലിയ ചർച്ചകളായി, വലിയ രീതിയിലുള്ള വാർത്തയായി, പോലീസ് കേസായി. എന്നാൽ ഷൈനിയുടെ സംഭവം നടന്ന് കറക്റ്റ് 1 മാസത്തിന് ശേഷം അതേപോലെ ഒരു സംഭവം കോട്ടയത്ത് ആവർത്തിച്ചേക്കാണ്. അഡ്വക്കേറ്റ് ജിസ്മോൾ, നിങ്ങൾ എല്ലാവരും വാർത്തയിലൂടെ കണ്ടു കാണും. ജിസ്മോൾക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൈനിക്കുണ്ടായ അതേ കാര്യം തന്നെ, എക്സാക്ട് സെയിം ഇൻസിഡന്റ്. പേരുകൾക്ക് മാത്രമേ മാറ്റമുള്ളൂ, സ്ഥലവും സെയിം, സംഭവവും ഒരേപോലെ തന്നെ. ജിസ്മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും. ഷൈനിക്ക് നേരിട്ട അതേ സംഭവം തന്നെ. പക്ഷേ ജിസ്മോളുടെ കാര്യത്തിൽ കുറച്ചും കൂടി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജിസ്മോൾക്ക് കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട സാഹചര്യമായിരുന്നു. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്, അഡ്വക്കേറ്റ് ആണ്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, പൈസ ഉണ്ടായിരുന്നു. വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഷൈനിയുടെ വീട്ടുകാരനെക്കാട്ടിൽ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്നൊരു വീട്ടുകാരായിരുന്നു ജിസ്മോൾക്ക് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, കല്യാണത്തിന് മുമ്പ് ജിസ്മോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ജിസ്മോളുടെ കല്യാണം നടക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അത്രയും ധൈര്യവും തൻ്റെടവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു? 2 മക്കളെയും കൂട്ടിയാണ് ജിസ്മോൾ പോയത്. വളരെ കഷ്ടമാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേദനയെക്കാട്ടിൽ കൂടുതൽ ദേഷ്യവും അരിശവും ഒക്കെയാണ് ഉണ്ടാകുന്നത്. ഷൈനിക്ക് എന്തൊക്കെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ അതെല്ലാം ജിസ്മോൾക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിറത്തിന്റെ പേരിൽ, ശരീരത്തിന്റെ പേരിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ, സ്ത്രീധനത്തിന്റെ പേരിൽ നിരന്തരമായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും വിഷമങ്ങൾ ജിസ്മോൾ അനുഭവിച്ചിരുന്നു. ഭർത്താവ് മാത്രമല്ല, ഭർത്താവിന്റെ അമ്മ, അമ്മായിയമ്മ, നാത്തൂന്, ഇവരൊക്കെ തന്നെ കിട്ടുന്ന അവസരങ്ങളൊക്കെ തന്നെ ജിസ്മോളെ അവഗണിക്കാനും അപമാനിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ജിസ്മോൾ ഇതൊക്കെ കേട്ട് അവിടെ സഹിച്ചു നിന്നു? ജിസ്മോൾക്ക് സാഹചര്യം ഉണ്ടായിരുന്നു, വഴിയുണ്ടായിരുന്നു ജീവിക്കാൻ, പൈസ ഉണ്ടായിരുന്നു. ഷൈനിയെ സംബന്ധിച്ചിടത്തോളം അതില്ലായിരുന്നു. ഷൈനിക്ക് ജീവിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നില്ല, അവസ്ഥ ഉണ്ടായിരുന്നില്ല, ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. ഒരു വഴിയും കാണാതായപ്പോഴാണ് ഷൈനി അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഷൈനിക്ക് വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് പോലും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഇവിടെ ജിസ്മോൾക്ക് വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, ആങ്ങളെ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ആങ്ങളെ ഉണ്ടാകണമെന്നാണ്. ഒരു ചേട്ടനോ അനിയനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ധൈര്യമാണ്. കാരണം എവിടെയും ചോദിക്കാനും പറയാനും ഒരാളുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നല് ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഉണ്ടാകും. അപ്പൊ ജിസ്മോൾക്ക് ഒരു ആങ്ങളെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജിസ്മോളുടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. ആ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് ഈ ജിസ്മോളുടെ ആങ്ങളെയും അതേപോലെ തന്നെ അച്ഛനും മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം ഞാൻ സംസാരിച്ചിട്ട് പറയാം എന്താണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് എന്ന്. അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവര് എന്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം എന്തായാലും. ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ചയോട്ടോ എന്തോ ഉണ്ടായിട്ടുണ്ട്. അതെന്തായാലും കണ്ടുപിടിക്കണം. കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട്. ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട്, പിന്നെ അമ്മ ഉണ്ട്, പിന്നെ ജിമ്മി. പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കുകൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തരുന്നുണ്ട്. എന്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു. പുള്ളി തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണം പറയും. ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടുപോയി കൊടുത്തു. ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുമായിരുന്നു. പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല. എൻ്റെ കസിൻസിന്റെ ഒരു കല്യാണത്തിന് ഞാൻ ചേച്ചിനെ വിളിച്ചോണ്ട് പോയത് കള്ളം പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന്. വിടത്തില്ല അവര്. ചേച്ചിനെ പിടിച്ചിരിച്ചേക്കുമായിരുന്നു. കേട്ടല്ലോ, എങ്ങും പോകാനുള്ള സ്വാതന്ത്ര്യം ജിസ്മോൾക്ക് ഉണ്ടായിരുന്നില്ല. സ്വന്തം വീട്ടിലെ ഒരു ഫംഗ്ഷന് പോകാൻ പോലും ജിസ്മോൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഭർത്താവ് അനുവദിച്ചിരുന്നില്ല. രഹസ്യമായിട്ട് ഒളിച്ചു കടത്തുമായിരുന്നു സഹോദരിയെ. അപ്പോൾ ജിസ്മോൾ ആ വീട്ടിൽ നേരിട്ടുകൊണ്ടിരുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ സഹോദരന് അറിയാമായിരുന്നു. ജിസ്മോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ സഹോദരന് അറിയാമായിരുന്നു. ഇനി അച്ഛന്റെ വീഡിയോ കാണിച്ചു തരാം. ഞാൻ നിയമപരമായിട്ട് അങ്ങേ അറ്റം പോയി എൻ്റെ മക്കൾക്ക് വേണ്ടി പോകും. ഏത് അറ്റം വരെ പോകും. അതേ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ UK നിന്ന് വിളിച്ചവളെ. അപ്പോൾ അവൾ വിളിച്ചിട്ട് എടുത്തില്ല. വിഷു അല്ലേ എടുക്കുന്നില്ലെന്ന്. വീട്ടിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ കൊടുക്കുമായിരുന്നു. അവിടെ എല്ലാവരുമായിട്ട് ഇവിടെ കൊച്ചിവിടെ ഓഫീസിലാണ്. ഇവിടെ ഓഫീസിൽ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലയിൽ ഒരു പാടുണ്ട്. ഞാൻ ചോദിച്ചത് എന്നാ പറ്റിയതാ മാനേന്ന് ചോദിച്ചു. നേരം പറഞ്ഞു ഇത് കൊണ്ടതാന്ന് പറഞ്ഞു. കഥകനിട്ട് പിടിച്ചതാണ്.
2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ ചേട്ടാ എന്നെ പിടിച്ച് ഭിത്തിക്കിട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു. നീ എന്ത് വേണ്ടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് ഓർത്താ. നീ പപ്പായോട് പറഞ്ഞെന്ന് പറഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയത്. അതുകൊണ്ട് എനിക്കൊരു കുടുംബം വേണ്ടേ. തന്നെയല്ല അവൾ വക്കീലാണ്, അവൾക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ഏതറ്റം വരെ ഞാൻ നിയമപരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെന്ന് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ കുടുംബങ്ങളല്ലേ എന്നോർത്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്കതൊന്നും ഇപ്പം പറയാനുള്ള. അപ്പം അച്ഛനും എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. ജിസ്മോളുടെ അവസ്ഥ എല്ലാ അച്ഛനും നന്നായിട്ട് അറിയാമായിരുന്നു. അച്ഛൻ 1-2 തവണ പോയി ആ വീട്ടിൽ പോയി കോംപ്രമൈസ് ടോക്ക് നടത്തിയിട്ടുണ്ട്. എല്ലാ സാഹചര്യങ്ങളും അറിയാമായിരുന്നു. അപ്പൊ അച്ഛനും അമ്മയില്ലെന്ന് തോന്നുന്നു, അച്ഛനും സഹോദരങ്ങളും ഒക്കെ തന്നെ ജിസ്മോൾക്ക് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും സാഹചര്യത്തിലൂടെയാണ് ജിസ്മോൾ കടന്നു പോകുന്നത് എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ജിസ്മോളെ അവിടെ നിർത്തി? ഇവർ 2 ആൾക്കാരും UK-യിലാണ്, ജോലിയുള്ളവരാണ്. ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ലൊരു സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ട് ജിസ്മോളെ അവിടെ നിർത്തി? ഈ സാഹചര്യത്തിലൂടെയാണ് തന്റെ മകൾ കടന്നു പോകുന്നത് എന്ന് അറിഞ്ഞിട്ടും എന്തിന് പിന്നെയും കോംപ്രമൈസ് ചെയ്തു? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ഈ അച്ഛൻ വേറൊരു കാര്യം പറയുന്നത് കേട്ടു, ജിസ്മോൾക്കും അത് തന്നെയായിരുന്നു താല്പര്യം. ജിസ്മോൾക്കും അവിടെ തന്നെ നിൽക്കാനായിരുന്നു താല്പര്യം, ഒരു കുടുംബം മുന്നോട്ട് നയിക്കാനായിരുന്നു ജിസ്മോൾക്ക് താല്പര്യം, അതുകൊണ്ട് ഞാൻ കോംപ്രമൈസ് നടത്തി. പക്ഷേ ഇപ്പോൾ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ആഗ്രഹവും ഇല്ലാതെയാണല്ലോ ജിസ്മോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള അച്ഛനും അമ്മയും ഉണ്ടായിരുന്നിട്ട്, അച്ഛനുണ്ടായിട്ട്, സഹോദരനുണ്ടായിട്ട് ജിസ്മോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അപ്പോൾ വേണ്ടത്ര സപ്പോർട്ട് അച്ഛൻ്റെയും സഹോദരൻ്റെയും ഭാഗത്തുനിന്ന് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അതെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നാണക്കേടാണ് എന്നുള്ളൊരു തോന്നൽ ജിസ്മോളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ ജിസ്മോൾ ഇങ്ങനെ ചെയ്തത്, ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും. ഇവിടെ അച്ഛൻ പറയുന്നു, മകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഏതറ്റം വരെയും പോകും. ഇനി നീതി വാങ്ങിച്ചു കൊടുത്തിട്ട് എന്ത് കാര്യമാണ്? നീതി വാങ്ങിച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഒരു വ്യക്തി ജീവനോടെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത്. ഇവിടെ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരെ പൂർണ്ണമായിട്ടും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ അവർ കുറച്ചും കൂടി ധൈര്യം കാണിച്ചിരുന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി മകൾക്ക് ധൈര്യം കൊടുത്തിരുന്നു എന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഇനി ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും കാര്യം. ഈ നാട്ടിൽ എന്തുമാത്രം നിയമങ്ങളാണുള്ളത്. ഒരു സ്ത്രീയെ ബോഡി ഷേമിങ് ചെയ്യാൻ പാടില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിറത്തിൻ്റെ പേരിലോ അവരുടെ ശരീരത്തിൻ്റെ പേരിലോ മുടിയുടെ പേരിലോ അങ്ങനെയൊന്നും ബോഡി ഷേമിങ് ചെയ്യാൻ പാടില്ല. സ്ത്രീധനം ചോദിക്കാൻ പാടില്ല, വാങ്ങിക്കാൻ പാടില്ല എന്നൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ പാടില്ല. അപ്പം ഇത്രയും നിയമങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെയുള്ള അവസ്ഥ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, ഈ നിയമങ്ങളൊന്നും തന്നെ ശാശ്വതമല്ല. ഈ നിയമങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. വെറുതെ പേപ്പറിൽ എഴുതി വെച്ചേക്കുന്ന എന്തോ സംഭവങ്ങൾ മാത്രമാണ് ഈ നിയമങ്ങൾ. ഇവിടെ ജിസ്മോൾക്ക് നിയമങ്ങളെല്ലാം അറിയാവുന്ന ഒരു സ്ത്രീയാണ്. അവർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ഇതൊന്നും ഒരു പരിഹാരമല്ല എന്ന് പലരും മനസ്സിലാക്കുക. ജിസ്മോൾക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരുപാട് സാഹചര്യം ഉണ്ടായിരുന്നു. ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനുള്ള ധൈര്യം കാണിക്കുക സ്ത്രീകൾ. അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കാര്യമൊന്നും നോക്കേണ്ട കാര്യമില്ല. നാട്ടുകാർ പലതും പറയും, നാട്ടുകാർ പല രീതിയിൽ കുറ്റപ്പെടുത്തും. ചിലപ്പോൾ ജിസ്മോള് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നാട്ടുകാർ വേറെ പലതും പറഞ്ഞുണ്ടാക്കും. അവളിപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുക, 2 പിള്ളേരെയും കൊണ്ട് അവൾ ഒറ്റയ്ക്ക് ജീവിക്കുക, അവൾക്ക് ഭർത്താവിനെ വേണ്ട, ഒന്നും വേണ്ട എന്നൊക്കെ പല രീതിയിലുള്ള റൂമേഴ്സ് പറഞ്ഞുണ്ടാക്കും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ നാണക്കേട് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല. ജിസ്മോൾക്ക് കേസ് നടത്താമായിരുന്നു. ഇവരൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കുത്തുവാക്കുകളും ഒക്കെ ജിസ്മോക്ക് ഫോണിൽ റെക്കോർഡ് ചെയ്യാമായിരുന്നല്ലോ. തെളിവുകളെക്കുറിച്ചും നിയമവശങ്ങളെക്കുറിച്ചും നിയമത്തിന്റെ പഴുതുകളും ഒക്കെ അറിയാമായിരുന്ന ഒരു സ്ത്രീ. എനിക്ക് ആദ്യം പറയാനുള്ള സ്ത്രീകളോടാണ്, അല്പമെങ്കിലും കുറച്ചെങ്കിലും ജീവിക്കാനുള്ള ധൈര്യം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ അവസ്ഥ എല്ലാ സ്ത്രീകൾക്കും വരും. ആരെ കുറ്റപ്പെടുത്തുന്നതിനെക്കാട്ടിൽ ഏറ്റവും ആദ്യം കുറ്റപ്പെടുത്തേണ്ടത് സ്ത്രീകളെയാണ്. സത്യത്തിൽ മാതാപിതാക്കള് സ്ത്രീകളെ അങ്ങനെ വളർത്തണം, അത്ര ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്തണം. എല്ലാം സഹിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്ന മാതാപിതാക്കളോടാണ്. എല്ലാം സഹിച്ച് എത്ര നാൾ നിൽക്കും? ഏതറ്റം വരെ നിൽക്കും? അത് കഴിയുമ്പോൾ സഹനത്തിന്റെ അവസാനം നടക്കുന്ന സംഭവങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ ഭൂമിയോളം സഹിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മക്കളെ വളർത്തും, പെൺപിള്ളാരെ വളർത്തും. എന്നിട്ട് സഹിച്ച് അവസാനം സഹിക്കാൻ പറ്റാതെയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനല്ല നോക്കുന്നത്, നേരെ അങ്ങ് പോയി എല്ലാം അവസാനിപ്പിക്കാനാണ് സ്ത്രീകൾ നോക്കുന്നത്. അതെന്തുകൊണ്ടാണ്? മാതാപിതാക്കൾ ആദ്യം മുതലേ അങ്ങനെ സഹിക്ക്, കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, കുറച്ചും കൂടി ഒന്ന് കോംപ്രമൈസ് ചെയ്യ്. എല്ലാ കോംപ്രമൈസും എല്ലാ അഡ്ജസ്റ്റ്മെന്റും സ്ത്രീകൾ മാത്രം ചെയ്യണം. അപ്പം പഠിപ്പും വിവരവും ഒന്നും ഒരു കാര്യമല്ല, ഇതിനൊന്നും ഇപ്പൊ മനസ്സിലായില്ലേ?
പഠിപ്പിനെക്കാട്ടിലും വിവരത്തെക്കാട്ടിലും മാനസികമായിട്ടുള്ള ഒരു സ്ട്രെങ്ത്, മാനസികമായിട്ട് സ്ട്രോങ് ആവണം. മനസ്സിന് കട്ടിയില്ലെന്നുണ്ടെങ്കിൽ, മനസ്സിന് ബലമില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഷൈനിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഷൈനിക്ക് അവസരങ്ങളില്ലായിരുന്നു, സാഹചര്യം ഉണ്ടായിരുന്നില്ല, എങ്ങു നിന്നും ഒരു അവസരം ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഷൈനിക്ക് ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഷൈനി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഷൈനി ഒരുപക്ഷെ പിടിച്ചു നിന്നേനെ. പക്ഷെ എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്തു? ഇതിനകത്ത് ഒരുപാട് ദുരൂഹതയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൽ നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തണം. അഥവാ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തണം. ഒരു സുപ്രഭാതത്തിൽ ഒരു സ്ത്രീ ഇറങ്ങി പോവാണ്, മക്കളെയും കൊണ്ട് ഇറങ്ങി പോവാണ്, എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണ്. അതിന് പുറകിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, വേറെന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതും കണ്ടെത്തണം. പുറകിൽ പ്രവർത്തിച്ചവരെ എല്ലാം തന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും ഒരു പേടി ആൾക്കാർക്ക് ഉണ്ടാകത്തുള്ളൂ.